Hello everyone, welcome back to my channel. വളരെ രുചികരമായിട്ടുള്ള ഒരു വെളുത്തുള്ളി അച്ചാർ തയ്യാറാക്കിയാലോ. എരിവും പുളിയും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നല്ല ചൂടുള്ള ചോറിനൊക്കെ കൂടെ കഴിക്കാൻ ഈ ഒരു അച്ചാർ മാത്രം മതി കേട്ടോ. വളരെ സിമ്പിളാണ് കേട്ടോ. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വർഷങ്ങളോളം കേടുവരാതെ സൂക്ഷിക്കുകയും ചെയ്യാം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യം നമുക്ക് വെളുത്തുള്ളി പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് നോക്കാം. ഒരു ചെറിയ അമ്മിക്കുട്ടി കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഓരോന്നായിട്ട് വിട്ട് കിട്ടും. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അതിലേക്ക് 2 സ്പൂണ് ഓയിൽ, 2-3 സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കുക. ഇനി ഇത് നല്ല വെയിലത്ത് ഒരു 2-3 ഹവേഴ്സ് വെക്കുക. ഞാൻ ഉച്ചയ്ക്ക് വെച്ചിട്ട് വൈകുന്നേരമാണ് കേട്ടോ എടുത്തത്. വെയിൽ കുറവായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ കൈ കൊണ്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തൊലി കയ്യിൽ ഇങ്ങനെ വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിലിൽ ഇട്ടിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താലും ഇങ്ങനെ തൊലി വിട്ട് കിട്ടും കേട്ടോ. ഇനി ഇങ്ങനെ വേണ്ട, നോർമൽ ടൈപ്പിൽ തൊലി കളഞ്ഞെടുക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഗുണം തന്നെ. വെയിലത്ത് വെച്ചതുകൊണ്ട് ഇതിൻ്റെ തൊലി ഒന്നും ഒട്ടിപ്പിടിക്കാതെ, കയ്യിലും അതിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കണ്ടോ ഇതുപോലെ കിട്ടും. അതാണ് വെയിലത്ത് വെച്ചാലുള്ള ഗുണം. അപ്പം ഞാനിതാ 500 ഗ്രാം വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഒരു 5 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതെടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, ഉലുവാപ്പൊടി, കടുക്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, നല്ലെണ്ണ, മുളക് പൊടി, പിന്നെ കായപ്പൊടി, വിനിഗർ. പിന്നെ ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. ഇനി ഒരു പാന് ചൂടായി വരുമ്പം 100 ഗ്രാം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 500 ഗ്രാം വെളുത്തുള്ളിക്ക് ഞാൻ 100 ഗ്രാം നല്ലെണ്ണയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ അച്ചാർ കേട് വരാതിരിക്കാനും നല്ലെണ്ണയാണ് ബെസ്റ്റ്. ഇതിലേക്ക് 1 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ലോ ഫ്ലെയിം ആക്കിയിട്ട് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വെളുത്തുള്ളി കുറേ നേരം കുക്ക് ചെയ്യാൻ പാടില്ല. അത് ചീഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ അച്ചാർ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഇത് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇളക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, നമ്മളെ വെളുത്തുള്ളി ചീഞ്ഞ് പോകും. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ടോട്ടൽ 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ നമ്മൾ വെളുത്തുള്ളി അച്ചാറിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇത് 6 ടേബിൾ സ്പൂൺ വിനീഗറാണ്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളമോ ചേർത്ത് കൊടുക്കുക. ഒരിക്കലും പച്ചവെള്ളം ചേർക്കരുത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് അവിടെ 1 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷുഗറിന് പകരം നിങ്ങൾക്ക് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഇളക്കുമ്പോൾ ഗ്രേവി ഇല്ലാത്ത മാതിരി തോന്നുന്നുണ്ട്. കണ്ടോതാ, ഗ്രേവി ഒട്ടുമില്ല. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള വെളുത്തുള്ളി അച്ചാർ റെഡിയായി. വളരെ സിമ്പിളാണല്ലേ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ. അത് നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി അച്ചാർ കുറേ കാലം കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, നമ്മൾ അച്ചാറിന് യൂസ് ചെയ്യുന്ന ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കുക. അതായത് ഡ്രൈ ആക്കിയിട്ട് ഒട്ടും നനവോ വെള്ളമോ ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അച്ചാർ ഒഴിക്കുക. അങ്ങനെ ആകുമ്പോൾ കേടാവാതെ കുറേ കാലം കിട്ടും. ആൻഡ് സെക്കൻഡ് വൺ, നമ്മൾ അച്ചാർ ഉണ്ടാക്കിയ പാടെ നമ്മൾ ബോട്ടിലേക്ക് ഒഴിക്കാതിരിക്കുക. അതായത് ചൂടോടുകൂടി ബോട്ടിലേക്ക് ഒഴിക്കാതിരിക്കുക. നേരെ ചൂടാണെങ്കിൽ പോലും ഒഴിക്കരുത്, അത് കുമ്മിപ്പോവും. പിന്നെ അച്ചാർ പെട്ടെന്ന് കേടാവും, പൂപ്പിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ബോട്ടിലേക്ക് മാറ്റാം. ആൻഡ് തേർഡ് വൺ, നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൂണില്ലേ അത് ഒട്ടും നനവില്ലാതെ
നന്നായിട്ട് ഡ്രൈ ആയ സ്പൂൺ മാത്രം യൂസ് ചെയ്യുക. ആൻഡ് പ്ലാസ്റ്റിക് ബോട്ടിൽ ഒഴിവാക്കുക. ഇതുപോലുള്ള കുപ്പിയിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ വർഷം അച്ചാർ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ ബി ബാക്ക് സൂൺ വിത്ത് അനദർ വീഡിയോ.